ഹലോ, ഇന്ന് നമുക്ക് ഫാൻസി ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മാല ഗിയർ വയർ വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഗോൾഡൻ കളറിലുള്ള ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വലുപ്പത്തിലുള്ള മാലയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ബീഡ്സ് വെച്ചിട്ടാണ് മാല ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്ലാസ് ടൈപ്പ് ബീഡ്സ് ആണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് വെച്ചിട്ട് മാല ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. കൊളുത്തായിട്ട് നമ്മൾ എസ് ലോക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ജംപറിങ് എടുത്തിട്ടുണ്ട്, ഗിയർ ലോക്ക് എടുക്കുന്നുണ്ട്. ഈ ഒരു ഗിയർ ലൈപ്പ് നമുക്ക് ഇതുപോലൊരു മുത്ത് പോലെയാണ് വരുന്നത്. നമ്മളിത് നമ്മുടെ ഗിയർ വയറിലിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊരു ലോക്ക് പോലെ ആയിട്ട് നിൽക്കും. അങ്ങനെ ഈ ഒരു ഗിയർ ലോക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ഗിയർ വയറിലൂടെ ഒരു ബട്ടർഫ്ലൈ ബീഡിനെ ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ഗിയർ ലോക്കിനെയും ഇതുപോലെ കോർക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ നമ്മുടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഗിയർ വയറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബട്ടർഫ്ലൈ ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരില്ല, അവിടെ അങ്ങ് ലോക്കായിട്ട് നിന്നോളും. ഇനി നമ്മൾ ബട്ടർഫ്ലൈയുടെ അടുത്ത ഭാഗത്ത് ഇതുപോലെ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ബട്ടർഫ്ലൈനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ അവിടെ അനങ്ങാതെ ഈ ഒരു രീതിയിൽ ലോക്കായിട്ട് നിന്നോളും. ഇനി ഇതേ രീതിയിൽ നമ്മൾ അടുത്തതായിട്ട് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മളിതാ ഈ ഒരു ഗ്യാപ്പിലാണ് മാല ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗിയർ ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ബീഡ് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ഗിയർ ലോക്കിനെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ ബട്ടർഫ്ലൈ ബീഡിനോട് ചേർത്തിട്ടൊന്ന് ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയും ഗ്യാപ്പിലാണ് നമ്മൾ മാല ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെയിം ഗ്യാപ്പിൽ നമ്മൾ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഒരു ബട്ടർഫ്ലൈ ബീഡ് ഇടുന്നു. അതിനോട് ചേർന്ന് ഒരു ഗിയർ ലോക്ക് ഇട്ട് ലോക്കാക്കി കൊടുക്കുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഗിയർ വയറിൽ ഫുള്ളായിട്ട് ഇതുപോലെ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഡ്സ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കൊന്നുമില്ല, അവിടെ നല്ല രീതിയിൽ തന്നെ നിന്നോളും. കാരണം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ലോക്കാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് എത്ര നീളത്തിലാണ് ബീഡ്സ് വേണ്ടത് അത്രയും നമുക്ക് കോർത്തെടുക്കാം. ഞാനിത് ഫുള്ളായിട്ട് കോർത്തിട്ടില്ല. നമ്മൾ ആ കാണുന്ന മാല ഇട്ടാൽ കാണുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഞാൻ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിന് ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിതിൻ്റെ ഒരറ്റത്തിലൂടെ ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു ജംപറിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഗിയർ വയറിൻ്റെ അറ്റം ഗിയർ ലോക്കിനുള്ളിലൂടെ മാത്രം വീണ്ടും ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. അതായത് ജംപറിങ്ങിനുള്ളിലൂടെ എടുക്കാതെ ഗിയർ ലോക്കിലൂടെ മാത്രം രണ്ടാമത് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടും. നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ജംപറിങ് അവിടെ കിട്ടും. ഇനി നമ്മൾ ആ ഗിയർ ലോക്ക് ഒന്ന് ലോക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ബാക്കി വരുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പിരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ഇതേ രീതിയിൽ നമ്മൾ അടുത്ത ഭാഗത്തും ഒരു ജംപറിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജംപറിങ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഗിയർ വയറിൻ്റെ അറ്റം ഗിയർ ലോക്കിനുള്ളിലൂടെ കോർത്തിട്ട് നല്ല ടൈറ്റാക്കി വലിച്ചിട്ട് അവിടെ നിന്ന് ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും ജംപറിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു എസ് ലോക്ക് എടുത്തിട്ട് ഈ ഒരു ജംപറിങ്ങിനുള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് കൈവച്ച് പ്രസ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ അടുത്ത ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ അടുത്ത ജംപറിങ്ങിലൂടെ കോർത്താൽ നമുക്ക് മാല ഇവിടെ ലോക്കാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ ഈ ഒരു മാല ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.